ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ശനി ഞായറും നമ്മുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുനും മുണിക്കും ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു കുടയുണ്ട് കേട്ടോ. ചെറുതായിട്ട് വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഫോണിൽ അങ്ങോട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റണില്ല കേട്ടോ. പിന്നെ അവിടെ നമ്മൾ പാടത്തോട്ടുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ പള്ളിയിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പെരുന്നാൾ കൊണ്ട് നല്ല സൗണ്ടിൽ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ എത്രത്തോളം കേൾക്കേണ്ടത് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 6-7 മിനിറ്റ് നടക്കണ്ട, അത്രയും ദൂരം ഇല്ല. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നിന്നത് അവർ പോയിട്ടുണ്ട്. അങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ തിരിച്ച് അടുക്കളയിലോട്ട് വന്നത് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ സൈക്കിൾ ഓട്ടാൻ പോയപ്പോൾ രാവിലെ തന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയാണ് കേട്ടോ ഇന്ന്. ദോശയും തലേന്നത്തെ സാമ്പാർ, അതായത് വെള്ളിയാഴ്ച വെച്ച സാമ്പാറാണ്. അപ്പോൾ ഞാനത് കുറച്ച് എടുത്ത് വെച്ചതാണ്. ഞായറാഴ്ച അത്യാവശ്യം നല്ല പണികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി രാവിലെ തന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാമ്പാർ ഞാൻ തലേന്നത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാറും പിന്നെ തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. അപ്പോൾ ബീഫ് ഞാനവിടെ കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഒരു 2 കിലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോർക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. പോർക്ക് ഒരു 3/4 കിലോ ഉണ്ടാവും. അത്ര 750 എന്നാണ് പറഞ്ഞത്. അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ പുരട്ടിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്ത് ചതച്ചിട്ടുണ്ട് കേട്ടോ. അതും കറിവേപ്പിലയും കൂടി കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മി ആവി കയറ്റി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി, അതായത് മീൻ വറ്റിക്കാനായിട്ട് കുടംപുളിയും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോർക്ക് ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് ഓവറായിട്ടുള്ള നെയ്യൊക്കെ നമ്മുടെ ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ അടിവശത്തേക്ക് ഇങ്ങനെ വെള്ളത്തിലോട്ട് വീണെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇങ്ങനെ നെയ്യുടെ ഇതുണ്ടാവില്ലേ. ഞാനിങ്ങനെയാണ് ഇവിടെ വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു. പക്ഷെ നന്നായിട്ട് വെന്ത് ഇങ്ങനെ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേ പാട് വേവിക്കണേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വേവിക്കുമ്പോഴാണ്. പിന്നെ പുളിയൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി വയ്ക്കാനുള്ള ചുമന്നുള്ളിയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ഞാൻ ഒന്നും കൂടെ നല്ല വലിയ പീസായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മീൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി 2 ഉണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, സാധാ മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു കേട്ടോ. ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന്, വെളുത്തുള്ളി ഞാൻ അധികം ഇട്ടില്ല, ഒരു 2 ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. 2 അല്ലി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് മൂക്കണ്ട, കളറൊന്നും ഇതായാൽ മതി. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളായ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിരിയമുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. സാധാ മുളക് പൊടി 1 ടീസ്പൂൺ, അത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പുളിവെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം പിന്നെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ച വെള്ളം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് നമ്മുടെ പോർക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വേവ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ആ തൊലിയുടെ ആ ഭാഗത്തൊക്കെ കുറച്ചൊരു വേവ് കൂടുതലുണ്ട്. പക്ഷേ ബീഫൊക്കെ അതിൻ്റെ ആ ഇറച്ചി ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫിൽ നിന്ന്. അതായത് ഇതിൻ്റെ ഇറച്ചിയുള്ള അതില്ലേ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊലി ഭാഗം ഒന്നും കൂടെ വെന്തോട്ടെ എന്ന് ഓർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ ഇതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അത് ഇനി നമ്മൾക്ക് എത്ര ചാറ് വേണോ അതിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണതാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇവിടെ കിടന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചാറിലായിട്ട് എടുക്കണില്ല, ഒരു തിക്ക് ഇതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് മൂടി വെക്കാതെ നല്ല തുറന്ന് കിടന്ന് നന്നായിട്ട് ഒന്ന് വറ്റി വരണം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ അവിടെ വെന്തുണ്ട്. ഇനി മാങ്ങാക്കറിക്കുള്ള മാങ്ങയും സവാളയും പച്ചമുളക് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്, ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഒന്ന് ശനിയാഴ്ച വൈകുന്നേരത്തേക്ക് എടുക്കുന്നുണ്ട്, ബാക്കിയത് ഞായറാഴ്ചത്തേക്ക് ഇട്ടാം. അപ്പോൾ അതേ നമ്മുടെ മീൻകറിയൊക്കെ അതേ വറ്റി വരണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ. ഇനി മാങ്ങാക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് ഇച്ചിരി പുളി കൂടുതലായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഇച്ചിരി വെള്ളത്തിലെടുത്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ്ട് ഇതൊക്കെ തിരുമ്മി തന്നെ എനിക്ക് എന്തെങ്കിലും പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനാണ് തിരുമ്മി തരാറ്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഒഴിച്ച് ബാക്കി സവാള, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില ഇത്രയും ഉപ്പും കുരുമുളക് പൊടി, ഉപ്പും വെളിച്ചെണ്ണ, വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ മാങ്ങയും കൂടി ഇട്ടിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ കറി അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇത് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻകറി ഇരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പള്ളിയിൽ പോയിട്ടാ. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായില്ല. ബീഫ് വേവിച്ചു, ചിക്കനൊന്ന് വറക്കാനായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ പള്ളി വന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, അങ്ങനെ ദുരിതമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അപ്പം നമ്മുടെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിപ്പണി കഴിഞ്ഞിട്ടില്ല, മേൽക്കൂര ഇത് വയ്ക്കാൻ പോണേ ഉള്ളൂ. അപ്പം നമ്മൾ പാരിഷ് ഹാളിലാണ് ഇപ്പോൾ കുർബാന ചെല്ലണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല പള്ളിക്കകത്ത്, പള്ളി ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ സ്കൂളിൻ്റെ അകത്ത് നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പെരുന്നാൾ വെടിക്കെട്ടാണ് നടക്കുന്നത്. ഭയങ്കര വെടിക്കെട്ടാന്ന് കുറേ നേരം ഉണ്ട്. ഞാൻ പക്ഷേ കുറച്ച് നേരത്തെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ അതേ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതേ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ മേമേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇതേ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ അതേ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. പള്ളി കഴിഞ്ഞ ആ ഒരു തിരക്ക് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഒരു പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മസാല. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യേണ്ടായിരുന്നു. അത് കാല് മാത്രം. അപ്പോൾ ഉണ്ണി ചോദിക്കണേണ്ട അതെന്താ കോഴിക്ക് 3 കാലുള്ളൂ. 2 ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷെ അത് അയാളോട് പറയണേക്കാം അയാൾ 1 കാല് കട്ട് ചെയ്തായിരുന്നു. പിന്നെ 3 കാലുണ്ടായി. അപ്പോൾ അവർ 3 ചേച്ചിയുടെ മോളും വന്നിട്ടുണ്ട്.
അപ്പോൾ അവർക്ക് 3 പേർക്ക് അതങ്ങോട്ട് വറുത്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ മീൻ വറ്റിച്ച് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മാങ്ങാക്കറി. അപ്പോൾ ഇപ്പോൾ കഴിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ കഴിഞ്ഞ് ഊണ് കഴിച്ചു. ഇത് ഇതേ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ എണീറ്റു. അപ്പോൾ ഞാൻ രാവിലെ 6 മണിയുടെ കുർബാനയ്ക്ക് പോയി. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഈ പണികൾ കഴിച്ചിട്ട് കുർബാന കാണാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ തന്നെ 6 മണിയുടെ കുർബാനയ്ക്ക് പോയി കുർബാനയൊക്കെ കണ്ടിട്ടാ. അതിക്ക് മുമ്പാണ് ഇത് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോയത്. ഇത് അപ്പത്തിനുള്ളത്, മറ്റേത് വട്ടയപ്പത്തിനുള്ളത് കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ കറി രാവിലെ തന്നെ ഞാൻ എണീറ്റ് 4 മണിയായപ്പോൾ എണീറ്റ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് 6 മണിയുടെ കുർബാനയ്ക്ക് പോയത് കേട്ടോ. കാരണം എല്ലാം സെറ്റ് ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് അപ്പത്തിന് വേണ്ടിയുള്ള കറിയാണ്. പിന്നെ 65 ആയിട്ട് വറക്കണുള്ളൂ കേട്ടോ ഉച്ചയ്ക്കത്തെ. അപ്പോൾ ഇതേ അരിയും അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ചായയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് പള്ളിയിൽ പോയി. അതിനുശേഷം വന്നിട്ടാണ് പിന്നെ ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പവും ഉണ്ടാക്കി വെച്ചു, വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് പള്ളിയിൽ പോയത്. അപ്പോൾ പിന്നെ വരുമ്പോൾ അങ്ങ് പിള്ളേർ 9 മണിയുടെ കുർബാനയ്ക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ അവർക്ക് കഴിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും 6 മണിയുടെ കുർബാന കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ 7:30 ആവും. അപ്പോൾ അവർ 9 മണിക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ അവർക്ക് കഴിച്ചിട്ട് പോകാമല്ലോ. അതുകൊണ്ട് അപ്പമൊക്കെ ഉണ്ടാക്കി. നല്ല അപ്പമായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു. ഒരുപാട് ഇങ്ങനെ കുത്തുകളും തുളകളും ഓട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പത്തിന്. അപ്പോൾ അതേ അങ്ങനെ അപ്പമൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരം വൈകി കേട്ടോ. 1:30 മണിയായി പള്ളിയിൽ പോയി വന്നപ്പോൾ. പിന്നെ ഉണ്ണിയുടെ 2 കൂട്ടുകാരും പിള്ളേരുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു കൂട്ടുകാരൻ. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാനതൊക്കെ റെഡിയാക്കി ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇവർ 9 മണിക്ക് പള്ളിയിൽ പോയി. ഞാനത് കഴിഞ്ഞ് പ്രദക്ഷിണം ഇറങ്ങാറായപ്പോഴേണ്ട കുർബാന തീരാറായി ഞാൻ വന്നപ്പോൾ. രാവിലെ കുർബാന കണ്ടതുകൊണ്ട് കുർബാന തീരാറായപ്പോഴാണ് വന്നത്. അതിനുശേഷം പിന്നെ അതേ പ്രദക്ഷിണം കയറാൻ കേട്ടോ. അതിനുശേഷം പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് വളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് പോർക്കും വളർത്താണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ വെച്ചിട്ടാണ് പള്ളിയിൽ പോയത് കേട്ടോ. അപ്പോൾ അതേ രൂപം കയറുന്നു കേട്ടോ പ്രദക്ഷിണം കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും പള്ളിപ്പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് പെരുന്നാളുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും പള്ളിപ്പണി തീരുമാനിക്കും. അപ്പോൾ പ്രദക്ഷിണമൊക്കെ കയറി പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. ഊണ് കഴിക്കുന്നൊന്നും എത്തിയില്ല. ഞാൻ ഈ കുട്ടികൾ വന്നതുകൊണ്ട് തന്നെ അത്രയും സമയം വൈകിയില്ലേ. 1:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എന്തായാലും ഊണ് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല വീഡിയോ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.